ഇലക്ട്രിക് സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതിനി കളയരുത് കേട്ടോ. അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറേ നാളായിട്ട് ഇരിക്കുന്നതാണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് മടിയാണ് ഇപ്പോൾ. അപ്പോഴാണ് ഒരു ചേച്ചി വിളിച്ചിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത്. ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നാൽ പിന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ വേണമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ രാത്രി കുത്തിയിരുന്ന് തന്നെ ചെയ്തു തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് ഇതിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു വീഡിയോയ്ക്കുള്ളത് തന്നെ കേട്ടോ. രാത്രിയിലെടുത്ത വീഡിയോ കൊണ്ട് തന്നെ അതിന് വലിയ ഭംഗിയൊന്നും ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കയ്യിൽ ഈ സാധനം ഒതുങ്ങിയിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ മനസ്സ് വെച്ച് ചെയ്തെടുത്തു. പക്ഷേ ഈ ഒരു കാര്യം ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ കയ്യിലിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പോ വേറെ സാധനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ ഒരു ഫോം ഷീറ്റ് തന്നെ കുറേ ദിവസമായിട്ട് എൻ്റെ കയ്യിലിരുന്നിട്ട് എന്ത് ചെയ്യണം എന്നാലോചിച്ചിട്ട് മടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതെന്താണെന്നറിയോ? നമ്മൾ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല കാര്യവും ചെയ്ത് തീർക്കാൻ പറ്റാത്തത്. വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പല സാധനങ്ങളും എത്തും. അതാണ് എനിക്ക് ഒരു വീഡിയോ ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നിയത് തന്നെ. ഒരു ചെറിയ പൂവാണ്, അത്ര വലിയ കാര്യമൊന്നും അല്ല. എന്നാലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടായത് അതാണ്. മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പല കാര്യവും ചെയ്യാൻ മടിക്കും എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിൽ എന്തെല്ലാം നമ്മുടെ മുന്നിലിരുന്നാലും നമുക്കതൊന്നും മനസ്സിലാവില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, മടി കാരണമാണ് പലതും ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്താൽ തന്നെ അടുത്ത വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓണാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4-5 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തു. വലിയ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തില്ല, പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായതുകൊണ്ട് തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ 4-5 ഫ്ലവർ ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നാൾ മുമ്പേ ഞാൻ ചെയ്തു വെച്ചിരുന്ന കുറച്ച് ലീഫാണിത്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെ ചെയ്തെടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ പതിയെ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് കയ്യിൽ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതുവരെ അത് ചെയ്തില്ല എന്നുള്ളതാണ്. മടി കാരണം മാറ്റി വെച്ചിരുന്നത് ഇപ്പോൾ ഉപകാരപ്പെട്ടു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ മുൻപും പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ ടേപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചുറ്റിയെടുത്തു, ലീഫൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ എടുത്തിട്ടുള്ളൂ. രാത്രിയിലെടുത്ത വീഡിയോ കൊണ്ട് തന്നെ ബാക്കി നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഈ ടേപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ലാസ്റ്റിൽ നമ്മൾ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ച് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ മാറ്റി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഇത്രയും ചെയ്തെടുത്തത് കേട്ടോ. ഈ ഒരു ലീഫ് കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്ത് വെച്ചതെന്നാണ്. മടി കാരണം ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല, നിങ്ങളെ കാണിച്ചില്ല. ഇപ്പോൾ കണ്ടോ, അത് മറ്റൊരാൾക്ക് വിധിച്ചതായിരുന്നു, അതാണ്. പിന്നെ നമ്മൾ കുറച്ച് കളർ കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൽ വൈറ്റാണോ ഈ കളർ കൊടുത്തതാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. പിന്നെ ഇത്രയും വലിയൊരു ഫ്ലവർ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു അവർക്ക് വീട്ടിൽ ടേബിൾ മേൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഫ്ലവർ ചെയ്ത് കൊടുത്തത്. പിന്നെ ഈ ഒരു ഫ്ലവർ ചെയ്ത് തീർന്നപ്പോൾ എനിക്ക് കൊടുക്കാനേ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുപോലെ ഇത്രയും വലിയൊരു ഫ്ലവറും ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ കൊടുത്തു. പിന്നെ ക്യാഷൊന്നും മേടിച്ചില്ല കേട്ടോ. അവർ ക്യാഷൊക്കെ തന്നെയായിരുന്നു, നമ്മൾ മേടിച്ചില്ല. പിന്നെ ക്യാഷൊന്നും മേടിക്കാൻ മാത്രം ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ സമയം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.